ദൈവം സംസാരിക്കുന്നു എന്ന് പലരുടെയും അനുഭവത്തിൽ വ്യത്യസ്തമായ രീതികളിലായിരിക്കും അത് വെളിപ്പെടുന്നത്. ഈ വിഷയത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളും ആസ്തിക വിശ്വാസങ്ങളും വലിയ പങ്ക് വഹിക്കുന്നു. ദൈവം സംസാരിക്കുന്നു എന്നു തിരിച്ചറിയാൻ ചില വഴികൾ ഇവയാണ്. 1. മനസ്സിൽ ഉള്ള ശാന്തതയും അടുക്കുന്ന ഭയം ഇല്ലാതാകലും. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം ഉണ്ടാകുന്ന ശാന്തത ദൈവത്തിന്റെ ഉപദേശം കിട്ടിയതായി തോന്നാം. ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും മനസ്സിൽ ഉയരുന്ന അനുദിന മാർഗനിർദ്ദേശമായിരിക്കും. 2. വചനത്തിലൂടെ ദമ്മിച്ചറിയാൻ ബൈബിൾ തുടങ്ങിയ ദൈവീക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഉള്ള ഓർമ്മിപ്പിക്കലുകൾ. ഉത്തരം കിട്ടിയ പോലെ തോന്നുന്ന ഭാഗങ്ങൾ ദൈവം സംസാരിക്കുന്നതായി അനുഭവപ്പെടാം. 3. മറ്റുള്ളവരുടെ മുഖേന ചിലപ്പോൾ ഒരാളുടെ ഉപദേശം അല്ലെങ്കിൽ ഒരുപാട് പ്രസക്തമായ വാക്കുകൾ നമ്മെ തൊടുമ്പോൾ അത് ദൈവം നമ്മുടെ അടിയന്തര ചോദ്യം കേട്ട് നൽകിയ ഉത്തരമായി തോന്നാം. 4. പ്രകൃതിയിലൂടെയും സംഭവങ്ങളിലൂടെയും ഒരു അസാധാരണ അനുഭവം, അതിപ്രശ്നങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായി രക്ഷപ്പെടൽ എന്നിവയിൽ ദൈവത്തിന്റെ ഇടപെടൽ അനുഭവപ്പെടാം. 5. ഉള്ളിലെ ആന്തരിക താളം, ആത്മാവിന്റെ പ്രചോദനം, മനസ്സിൽ വന്ന ഒരു ബോധം, നൽകേണ്ട നിർദ്ദേശം, അല്ലെങ്കിൽ ഇതാണ് ശരിയായ വഴി എന്ന ഉറച്ച വികാരം ദൈവം സംസാരിക്കുന്നതിന്റെ അടയാളമായിരിക്കും. 6. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. വിശ്വാസികളുടെ അനുഭവത്തിൽ ദൈവം ഉറങ്ങുമ്പോൾ സംസാരിക്കുന്നതും നിരവധി സന്ദർഭങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നുവോ എന്ന ചോദ്യം പലർക്കും ഉള്ള ആശങ്കയാണ്, പ്രത്യേകിച്ച് ദൈവികതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണം നടത്തുന്നവർക്ക്. അതിനാൽ ഇതെത്രയും വിശദമായി പരിഗണിക്കാം. 1. മനസ്സിലെ ശാന്തതയും ആന്തരിക ഹരനെ അർഹനത് എന്താണ്? പ്രാർത്ഥനയോ ധ്യാനമോ കഷ്ടസമയങ്ങളിലോ ദൈവത്തോട് അഭിമുഖപ്പെടുമ്പോൾ ഹൃദയത്തിലോ മനസ്സിലോ വരുന്ന ശാന്തത കുറേ നേരം പോലും ശബ്ദമില്ലായ്മയിൽ ഉണ്ടായിരുന്നിടത്തോളം ദൈനംദിന തീരുമാനങ്ങൾക്ക് ഒരു വഴികാട്ടൽ പോലുള്ള സംവേദനം ലഭിക്കാം. ഉദാഹരണം, നിനക്ക് 2 വഴികളിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ പക്ഷേ അതിൽ ഒരൊന്നിന് പൂർണ്ണമായും മനസ്സിൽ കനം വരാത്ത ഇതല്ല വേണ്ടത് എന്ന വികാരം വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വിഷമത്തിൽ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരേർപ്പെടും എന്ന ആന്തരിക ശബ്ദം. ദൈവവചനത്തിലൂടെ പുസ്തകങ്ങൾ, ശാസ്ത്രം, ഗ്രന്ഥങ്ങൾ പലപ്പോഴും നമ്മെ നേരിട്ട് ശബ്ദം വിളിക്കാതെ തന്റെ വചനം കൊണ്ട് സ്ക്രിപ്ചേഴ്സ് സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ആ ദിവസം നമുക്ക് ആവശ്യമായ ഒരു കൃത്യമായ ഉത്തരം കിട്ടുന്നത് പോലുള്ള അനുഭവം ഉണ്ടാകും. ബൈബിൾ തുറന്നപ്പോൾ നിനക്ക് ഉത്തരം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്നതുപോലുള്ള വാക്യം നേരിട്ട് ഉള്ളിൽ ഇടം പിടിക്കുന്നത്. 3. ആളുകൾ മുഖേന അപ്രതീക്ഷിതമായ ഉപദേശങ്ങൾ. ദൈവം ചിലപ്പോൾ നമ്മുടെ തികച്ചും പരിചയമില്ലാത്ത ആളുകളെ പോലും ഉപയോഗിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഒരാളുടെ വാക്കുകൾ അത്രക്ക് ബാധകമായി തോന്നും, അതിനു പിന്നിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് കാണാം. ഉദാഹരണം, നിനക്ക് മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ട് നിൽക്കുമ്പോൾ കാത്തുനിൽക്കാതെ ഒരു സുഹൃത്ത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അതിൽ നിന്നാണ് നിനക്ക് ഉത്തരം കിട്ടുന്നത്. 4. സംഭവങ്ങളിലൂടെ ഗോഡ്സ് ഇന്റർവെൻഷൻ ത്രൂ ലൈഫ് എവന്റ്സ്. ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ഒത്തുചേർന്നതെങ്ങനെ എന്ന് ഞെട്ടിപ്പോകുന്ന വിധത്തിൽ നടക്കുമ്പോൾ അത് ദൈവം നന്നായി ഒരു സന്ദേശം നൽകാൻ ഇടപെട്ടതായി തോന്നാം. ഉദാഹരണം, ഒരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടൽ, അല്ലെങ്കിൽ കഷ്ടതയുടെ അവസാനം അപ്രതീക്ഷിതമായ സഹായം ലഭിക്കുന്നത്. 5. ആത്മാവിന്റെ പ്രചോദനം, കൺവിക്ഷൻ ഓർ കൺഫർമേഷൻ. പലപ്പോഴും ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു, നമ്മുടെ ആത്മാവിന്റെ സ്പിരിറ്റ്സ് പ്രചോദനത്തിലൂടെ. നല്ലതും തിന്മയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധം ഉള്ളിൽ നിന്നുള്ള തെളിയൽ. ആശ്വസിപ്പിക്കൽ, ഉദാഹരണം, നീ ഒരു തെറ്റായ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്നുള്ള ഇതല്ല വേണ്ടത് എന്ന ശക്തമായ പ്രതികരണം. 6. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ദൈവം ചിലർക്ക് സ്വപ്നത്തിലൂടെ ആഖ്യാനം നൽകും. പ്രത്യേകിച്ചും ബൈബിൾ, ഉപനിഷത്ത്, ഹദീസ് തുടങ്ങിയവയിൽ ഇതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഉണ്ട്. ഉദാഹരണം, ഒരു പ്രശ്നത്തിന് പരിഹാരമോ മുന്നറിയിപ്പോ ഉള്ള ദൃശ്യങ്ങൾ, അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾ അതിനോട് ഒത്തുപോകുന്നത്. ദൈവം സംസാരിക്കുമ്പോൾ അറിയാൻ ചില വഴികൾ. 1. ആ ശബ്ദം ഭയം അല്ല, ശാന്തത നൽകുന്നു. 2. അത് ഹിതമായ കാര്യങ്ങളിലേക്കാണ് നയിക്കുന്നത്.